ഹായ്, വെൽക്കം ബാക്ക്. വീണ്ടും കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റുന്നേ ഇല്ല, കുറേയധികം തിരക്കുകളായിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയ കുറച്ച് വിശേഷങ്ങളും ഈദിൻ്റെ വിശേഷങ്ങളും ഈദ് ഷോപ്പിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഞാനങ്ങനെ കാര്യമായിട്ട് ഫുള്ളായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത്തവണ ഗ്ലോബൽ വില്ലേജ് ഇടയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലോട്ടാണ് ഒന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവിടെ അത്യാവശ്യം നല്ല ചൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം വാങ്ങിക്കേണ്ട എല്ലാ ഇയറും ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കുക, കുറച്ച് ഫുഡും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടു നോക്കാം. മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ഇയറും ഞാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് സാധനങ്ങളൊന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഒലിവ് ഓയിൽ, പിന്നെ അതുപോലെ ഹണി, പിന്നെ കുറച്ച് ആഫ്രിക്കൻ പവലിയൻ എന്നുള്ള കുറച്ച് എന്താ പറയുക നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഐക്യയിൽ ആ സമയത്ത് സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, ഓൺലൈൻ സെയിലായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കളക്ട് ചെയ്തു. ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്തിട്ട് കാണാം. ഈ വീഡിയോസൊക്കെ ഇതിൻ്റെ ഒരു 2 വീക്സ് മുന്നെയാണ്. ഞാൻ പറഞ്ഞു എല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾ ദുബായ് മാളിലോട്ട് പോവാണ്. ഞാനങ്ങനെ ദുബായ് മാളിൽ വല്ലപ്പോഴേ പോകാറുള്ളൂ. മെയിൻലി നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകും. ഇത്തവണ പോകുന്നത് നമുക്ക് അവിടെ നിന്ന് ബ്രഞ്ച് കഴിക്കാം. പിന്നെ കൂട്ടത്തിൽ ഞാനൊരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടി കുറച്ചായിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പം ആ ഒരു ബ്രാൻഡിൻ്റെ ഞാൻ നോക്കി വെച്ച ആ ഒരു ബാഗ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. നമ്മൾ ഉച്ചയ്ക്കാണ് റെസ്റ്റോറൻറ്റിൽ പോയത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫൗണ്ടെയിൻ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഫൗണ്ടെയിൻ വ്യൂ ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇവരുടെ ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലാസ്റ്റിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കി തന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ബെറീസും അലർജി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ ഞാൻ നോർമലി അങ്ങനെ ബെറീസ് കഴിക്കാറില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം ഇവിടെ നിന്ന് അത് കഴിച്ചപ്പോൾ വായെല്ലാം ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ചൊറിയുന്ന പോലെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നോർമലി എനിക്ക് ഹണി ഗ്രീൻ ടീ ഒക്കെ കഴിച്ചാൽ അങ്ങനെ വരും. അപ്പോൾ ഞാനതൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ പോയപ്പോൾ മനസ്സിലായി ഇനി മുതൽ ബെറീസ് കഴിച്ചാലും ഈ സെയിം ഫീലായിരുന്നു. ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു വായിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാഗ് ആദ്യം ഞാനൊരു ഷോപ്പിൽ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. പിന്നെ ഞാൻ വേറെ ഒരു ബ്രാൻഡും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അവരുടെ അടുത്ത് സാധനമില്ല. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മോളിലുണ്ട്. അപ്പം അവർ പറഞ്ഞു അവിടെ നിന്ന് കളക്ട് ചെയ്തോളാണ്. അത് കഴിഞ്ഞ് ഇപ്പം പ്രൈമാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് ദുബായ് മോളിലും മിർഡിഫ് സിറ്റി സെൻറ്ററിലൊക്കെ. അപ്പം ഞാൻ ദുബായ് മോൾ മിർഡിഫിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ കളക്ഷനൊന്നും ആയിട്ട് തോന്നിയില്ല. ദുബായ് മാളിൽ കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ എന്നാലും എന്താ പറയുക, ഭയങ്കര അടിപൊളിയെന്നൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, തിരിച്ച് വീട്ടിലോട്ട് വന്നു. ആ വരുന്ന വഴിക്ക് ഞാൻ വല്ല നേരത്തെ ബാഗ് ഞാൻ ഓൾറെഡി ദുബായ് മാളിൽ പേയ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടുന്ന് അത് കളക്ട് ചെയ്തു. പിന്നെ എനിക്ക് ഹോം സെൻറ്ററിൽ നിന്ന് നമ്മുടെ കംഫർട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി. ഞാൻ ബെഡിങ് സെറ്റ് വാങ്ങിച്ചത് ഹോം സെൻറ്ററിൽ നിന്നാണ്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അൽബേക്കിൽ നിന്ന് ഡിന്നറെല്ലാം കളക്ട് ചെയ്തിട്ട് തിരിച്ചു പോന്നു. നെക്സ്റ്റ് വീക്കെൻഡ് ഇവിടെ ഫ്ലാറ്റിൽ ബിൽഡിങ്ങിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോളിലെ വിൻഡോസ് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ബെഡ്റൂമിലെ വിൻഡോസ് അതിന് തൊട്ട് മുൻപ് മഴയൊക്കെ പെയ്തിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ രാത്രി കിടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല അടിപൊളിയായി. ഇനി നമുക്ക് വാങ്ങിച്ച ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. വലിയ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കാൻ വിചാരിച്ച ഒരു പാൻ ഉണ്ട്, അത് കാണിച്ചു തരാം.
ബോക്സിലുള്ളത് ഈ ഒരു സ്കെച്ച് പെന്നും പിന്നെ ഒരു ഗ്ലാസിൻ്റെ സെറ്റ്, പിന്നെ ഒരു സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പിന്നെ ഇതൊരു എന്താ പറയുക നമ്മുടെ ഒരു കുഞ്ഞി ബ്ലാങ്കറ്റ് പോലെയുള്ളത്, ഇതൊരു എന്താ പറയുക വയർലെസ് ചാർജറാണ്. അതൊക്കെയാണ് ഇതിലുള്ളത്. ഈ ഒരു സ്പീക്കറിന് നോർമലി 49 AD ആണ്. ഇതെനിക്ക് 29 കിട്ടി. അപ്പോൾ ഞാനിത് 49 വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സെയിൽ വന്നത്. അപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ 4 പീസിൻ്റെ സെറ്റ് എൻ്റെ ഒരു ഓർമ്മയിൽ 10 ദിർഹംസ് മറ്റോ ആയിരുന്നു. 10 അല്ല 9 ദിർഹംസ്. ഇനിയാണ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചിരുന്ന ഈ ഒരു കാസ്റ്റ് അയണിൻ്റെ പാനാണ്. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, നല്ല ഹെവിയും ആണ്. ഞാൻ ഈ വാങ്ങിക്കുന്ന സമയത്തുണ്ടായിരുന്ന സെയിലിൽ ഐക്കയുടെ 2-3 കാസ്റ്റ് അയൺ പ്രോഡക്റ്റ്സ് സെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് വാങ്ങിച്ചു. ഞാൻ ഇതുവരെ ഐക്കയുടെ സ്റ്റീൽ സാധനം കുക്ക് വെയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കാസ്റ്റ് അയൺ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഇനി ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെയല്ല, അപ്പോൾ ബാൽക്കണിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത്, ഇപ്പോൾ ഇവിടെ ചൂട് അത്യാവശ്യം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ പുറകിലെ റൂട്ടിൽ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു എഡിറ്റ് ചെയ്യേണ്ട, പിന്നെ നാളെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക സമയം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടുകയാണ്. ഇവിടെ എൻ്റെ ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് ഈ ചെടികളൊക്കെ ഇനി സമ്മറിൽ സർവൈവ് ചെയ്യുമോ എന്നുള്ളതൊരു ഡൗട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നോക്കാം നമുക്ക്. പ്ലാന്റ് എന്താണെന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇത് എനിക്കറിയില്ല, എന്തൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അന്ന് നഴ്സറിയിൽ നിന്ന് അവർ തന്നതാണ്. അങ്ങനത്തെ ഒരു സ്മെല്ലും ഉണ്ട് ഇതിന്. ഇത് ആദ്യമായിട്ടാണ് പൂവിട്ടിട്ട് ഞാൻ കാണുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ഇവിടെ ഒരു വർക്കിംഗ് ഡേ വെനസ്ഡേ ആയിരുന്നു ഇത്തവണ പെരുന്നാൾ. പെരുന്നാളിൻ്റെ അന്ന് ആസ് യൂഷ്വൽ നമ്മൾ രാവിലെ പള്ളിയിലോട്ട് പോവുകയാണ്. ഇത്തവണ സമ്മറിലാണ് പെരുന്നാൾ, അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ പോകുമ്പോഴത്തേന് തന്നെ എന്താ പറയുക വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പള്ളിയിലെത്തി. നിസ്കാരമെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇത് വീട്ടിൽ പോയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുക്ക് ചെയ്യണം. ഇതാണ് ഞാൻ ഇത്തവണ വാങ്ങിച്ച ആ ഒരു കംഫർട്ടർ. വൈറ്റ് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ബെഡ്റൂമൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. നമ്മൾ ലാസ്റ്റ് ഇതിന് പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ട് ആകെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് ലഞ്ചാണ്. ലഞ്ച് ചെറിയ നമ്മുടെ നോർമൽ ഒരു കുട്ടി ലഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. ഇതിൻ്റെ അന്ന് നമ്മൾ പിന്നെ വേറെ എവിടെയും പോയില്ല. ലഞ്ച് കഴിഞ്ഞു, പിന്നെ ഒരു ഡെസേർട്ടും കൂടെ കഴിച്ചു. ഇതൊരു ചോക്ലേറ്റ് പുഡിങ്ങാണ്, ബിസ്ക്കറ്റ് കൂടെ ഉള്ള. അപ്പോൾ അതൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമ്മളൊരു ലോങ് ഡ്രൈവ് പോയി. അതൊരു ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ളൊരു ഡ്രൈവായിരുന്നു. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് റീൽസിലൊക്കെ വൈറലായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഭയങ്കര ചൂട്. നമ്മൾ നിൽക്കുന്ന ഏരിയനേക്കാൾ ചൂടായിരുന്നു നമ്മൾ പോയ സ്ഥലത്ത്. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത്രയും ചൂടുണ്ടാവാറില്ല. ഇതവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി 2-3 ക്ലിപ്സ് എടുത്തതാണ്. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ആളുകളുടെ തിരക്കും ബഹളം കൊണ്ട് ഒന്നും നടന്നില്ല. നമ്മൾ നേരെ പോയി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കുറച്ചൊക്കെ ഒന്ന് കണ്ട് എന്നിട്ട് ഉടനെ തന്നെ പോന്നു. പിന്നെ നല്ലൊരു ചൂടുമായിരുന്നു.
അപ്പോൾ ചൂടില്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ പോലെ തന്നെ ആ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയും വളരെ എളുപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.